ശിവരാമകൃഷ്ണൻ സാർ വരുന്നതിന് മുമ്പ് കലാപരിപാടിയെല്ലാം നിർത്തണം. നീ എന്നാ കഴിക്കാത്തെ? എനിക്ക് വേണ്ടെന്നേ. കഴിക്ക. ഓ, ഇനി ഞാൻ കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അയ്യേ, ഇതെന്താ ഒരു അടപ്പില്? ഈ മന്ത്രിമാരും VIP കളൊക്കെ പോകുമ്പോ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, ഈ പൈലറ്റ് വണ്ടിയുടെ. ഞാനിപ്പോ കഴിച്ചത് പൈലറ്റ് വണ്ടിയാ. ഇനിയാണ് ഒറിജിനൽ അടി. വെള്ളം കുടിക്കരുത്. ആ വെള്ളം കുടിക്കരുത്. കുടിച്ചു. ഒരു ലൈബോയ് സോപ്പിന്റെ ചെറിയ രുചിയില്ലേ? ഉണ്ട്. ഞാൻ ലൈബോയ് സോപ്പ് ഇട്ടാ കുളിക്കുന്നത്. അതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഈ കോളനിയിലെ സാറന്മാരെല്ലാം വലിയ വലിയ മാളിക താമസിക്കുമ്പോ ഇവിടത്തെ പമ്പ് ഓപ്പറേറ്ററായി എനിക്ക് തന്നിരിക്കുന്ന വെറും ഒരു ഷെഡാ. ഞാൻ കുളിക്കുന്നുണ്ടോ പെടുക്കുന്നുണ്ടോ എന്നാരും തിരക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ കോളനിയിലേക്ക് വാട്ടർ സപ്ലൈ നടത്തുന്ന ആ ടാങ്കിലാണ് ഞാൻ കുളിക്കുന്നത്. ഒരു ദിവസം ഈ കോളനിക്കാർക്ക് നല്ല വെള്ളം കൊടുത്തൂടെ? ഒരു ദിവസം 3 ദിവസം ഞാൻ കുളിക്കാതിരുന്നിട്ട് 3 ദിവസം നല്ല വെള്ളം കൊടുത്തപ്പോ ഇവിടെ ഉള്ള സാറന്മാര് പറയാ ആ വെള്ളത്തിന് എന്തോ രുചി വ്യത്യാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ടാങ്കി തന്നെ ആക്കി കുളി. ഞാനൊരു സൽക്കർമ്മി അല്ലേടാ. അതെ, നീ ഇപ്പൊ ഒരാഴ്ചയല്ലേ വന്നിട്ട്, കുറച്ച് കഴിയുമ്പോ നിനക്കും ഇതൊരു ശീലമായിക്കോളൂ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? വലിയ ആഴമുള്ളതാണോ ടാങ്ക്? ഭയങ്കര ടാങ്ക. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിലൊന്ന് നീന്തി കുളിച്ചാ കൊള്ളാന്നുണ്ട്. നാളെ രാവിലെ ഒരു 5 മണിക്ക് റെഡിയാക്കും. നമുക്കതിനകത്ത് നീന്തി പതപ്പിക്കാം. തൊട്ടേപ്പിടുത്തം കളിക്കാം, തൊട്ടേപ്പിടുത്തം. പക്ഷെ സോപ്പ് മാറരുത്. സോപ്പ് മാറിയാലേ രുചി വ്യത്യാസം വരും. ഹലോ, അതെ ഞാനാ. സാധനം റെഡി. ചരക്ക് എവിടെ എത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അതെ, നീ പെട്ടെന്ന് വണ്ടി എടുത്ത് റെഡിയാവ്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇറങ്ങണം. ജെട്ടിയൂർ ഒന്ന് പോണം. ജെട്ടിയൂരല്ല, ബോട്ട് ജെട്ടിയൂർ ഒന്ന് പോണമെന്ന്. പെട്ടെന്ന് എഴുന്നേക്ക്. അവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യാം. ഇതെങ്ങനെ ശിവരാമകൃഷ്ണ സാറ് കണ്ടോണ്ടല്ലോ എന്റെ പണി പോയത് തന്നെ. എടുത്തു വെച്ചു. സാധനം ഒന്നും എടുക്കണ്ട, എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. എടാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ ഇതേപോലെ ഒന്ന് തുള്ളിച്ചാൽ എത്ര പെഗ് അടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയിക്കാൻ ഈ CI വെളിച്ചപ്പാടിന് കഴിയും. ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാ. ഫ്രൈഡേ ആയതുകൊണ്ട് നാവൊന്ന് നനക്കാൻ പല കിളിവാതിലും മുട്ടി നോക്കി. പക്ഷെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല സാർ. സാറിന് സ്പോർട്സ് കോട്ടയിലാണോ ജോലി കിട്ടിയത്? എടാ, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാ. മുഴുക്കുടിയനായിരുന്നു എന്റെ അച്ഛൻ. അത് കണ്ടാ ഞാൻ വളർന്നത്. ഒരു ചുവടുവയ്പ് മതി, എനിക്ക് കള്ളനെയും കള്ളുടിയനെയും തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് സാർ എന്നെ തിരിച്ചറിയില്ല. അങ്ങനെ എടാ കുഞ്ഞു ബേബി നോക്കി. ആ വെളിച്ചപ്പാടം സീരിയൽ തന്നെ തുള്ളിക്കാണ്ട. നമ്മളിന്ന് ഉറപ്പായിട്ട് തുള്ളിക്കും. ഐഡിയ ഉണ്ട്. എന്ത്? ഇന്ന് ഇങ്ങരുടെ അവസാനത്തെ തുള്ളിക്കലായിരിക്കും. ബാക്കി ഞാൻ ഏറ്റ്. ഇന്ന് ഇങ്ങർക്കൊരു പണി കൊടുക്കാൻ പോവാ. എന്ത് പണി? അണ്ണൻ കൈ അങ്ങോട്ട് കെട്ടിക്കിടന്ന് ഉറങ്ങിക്കോ. ഈ വണ്ടി ഞാൻ ഓടിച്ചോളാം. ഫിറ്റാന്ന് അറിയിക്കരുത്. അടുത്ത ആളെ കിട്ടി. വണ്ടി ഇങ്ങോട്ട് മാറ്റിയെടുത്ത. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, ഹെൽമെറ്റ് ഇല്ലാതെ 2 വീലർ ഓടിക്കുന്ന കുറ്റകരമാണെന്ന് അറിഞ്ഞൂടെ? അറിയാം സാർ. അപ്പൊ അറിഞ്ഞു വെച്ചോണ്ടാണോ ഈ തെമ്മാടിത്തരം കാണിച്ചത്? എന്താണ് സാർ തെമ്മാടി? ഹെൽമെറ്റ് എവിടെടാ? ഇതായിരിക്കുന്നു സാർ. അതല്ല, ഇത് ഹെൽമെറ്റ് ആണ് സാർ. അതല്ല, നിന്റെ ഹെൽമെറ്റ് എവിടെടാ? സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ലല്ലോ? ഇല്ല. ഞാൻ പുറകിലാണ് സാർ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്നവർക്കല്ലേ ഹെൽമെറ്റ് നിർബന്ധമുള്ളൂ? അതെ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. അതല്ല ചോദിച്ചത്. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ് ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കല്ലേ ഹെൽമെറ്റ്? ഇതാ ഉണ്ട് സാർ. സാർ പറയുന്നത് എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണം. അതെ, ഞാൻ ബാക്കിലാണ് ഇരുന്നത്. എനിക്ക് വേണ്ടല്ലോ. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ് സാർ ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. പക്ഷേ നീ സാർ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. സാർ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടാളും പറഞ്ഞത് രണ്ടാ, അല്ല ഒന്നാ. സാർ ഹെൽമെറ്റ് എടാ, കൂടുതൽ വിളച്ചില് വേണ്ട. ഒരു കാര്യം ചെയ്യ്, നീ തുള്ള്. ശരി സാർ. തുള്ളടാ. എന്താടാ, സൈക്കിളിൽ കാറ്റടിക്കുന്നോ? അല്ല സാർ, കാലിൽ ആണി രോഗമുണ്ട്. നിന്റെ ആണി രോഗം ഞാൻ മാറ്റിത്തരാം. നേരെ തുള്ളടാ. സാർ സത്യം പറയട്ടെ, ഇങ്ങനെ ഞാൻ ആവേശം മൂത്ത് തുള്ളിക്കഴിഞ്ഞാൽ എന്റെ 3 എണ്ണം താഴെ പോകും സാർ. അത് ശരി, 3 ക്വാർട്ടറും വെച്ചാണ് യാത്രയല്ലേ? ശരിയാക്കി തരാം. അപ്പോ 2 കേസാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. 2 വീലാണ്. എന്താ സാർ പറഞ്ഞു? മനസ്സിലായില്ലേ? 2 വീലാണെന്ന്. സാർ നീ ഇത് മാറ്റി പറയരുത്. മാറ്റി പറയില്ല. നമ്മൾ 2 വീല്. അതെ ശരി. അതോടൊപ്പം 2 വീലർ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു, ആ കുറ്റം. സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2 വീലറിനല്ലേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച പ്രശ്നമുള്ളൂ? അതെ. 4 വീലറിന് പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഇനി ചോദിക്കട്ടെ, ഇതെന്താണ് സാർ? 2 വീലർ ആണല്ലോ. നമ്മൾ 2 വീലാന്ന് സാർ നേരത്തെ പറഞ്ഞു. അപ്പൊ സാർ 2 വീൽ പ്ലസ് ഈ 2 വീൽ ടോട്ടൽ 4 വീൽ. 4 വീലറിന് ഹെൽമെറ്റ് നിർബന്ധമില്ലാന്ന് സാറ് പറഞ്ഞു. സാറ് പറഞ്ഞു നിർബന്ധമില്ലാന്ന് പറഞ്ഞു. വെള്ളം ഒഴിച്ചവന്റെ തൊലിഞ്ഞ് ന്യായം 250 രൂപ സാറ് തരണം.